ഇനി നമ്മളെ അൽബയാനൊന്ന് ശരിയായി കളിയാണ്. നമ്മളെ നാദാപുരത്ത് വന്ന് പാട്ടുപാടിയ മൗലവിയുണ്ടല്ലോ, മൂപ്പര് നല്ല തട്ടുകല്ലിട്ടിട്ട് കാര്യമായിട്ട് ചോദിക്കാണ്, അതൊക്കെ പറയാനുണ്ടോ? എന്ത് പറയാനാ? ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ തന്നെ തകരാറില്ല എന്ന് ഞങ്ങൾ പറയുന്നതല്ല. 1952 സമസ്തയുടെ ഔദ്യോഗിക മുഖപത്രമായ അൽബയാനിലാണ് എഴുതിയിട്ടുള്ളത്. അന്നതിന്റെ പത്രാധിപർ ആരാണ് എന്നൊക്കെ അതിന്റെ മുഖചിത്രത്തിൽ, അതല്ലെങ്കിൽ മുഖ പേജിൽ തന്നെ, അതിന്റെ കവർ പേജിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതായാൽ വളരെ പ്രയോജനകരമായിരിക്കും എന്നാണ് 1952 പറയുന്നത്. ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കുമൊക്കെ ഇത് ഇസ്ലാമികമല്ല, ഇതുകൊണ്ട് സക്കാത്ത് വീടുകയില്ല എന്ന് പറയുവാൻ എന്ത് പ്രമാണമാണ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടിയത്? ഇത് നിങ്ങൾ സമൂഹത്തോട് വിശദീകരിക്കണം. നിങ്ങൾ വിശദീകരണം നൽകേണ്ടത്. ആ അൽബയാൻ നിങ്ങൾ പിൻവലിക്കുന്നുവോ, അല്ലെങ്കിൽ അൽബയാനിൽ അങ്ങനെ ഇല്ലെന്നാണോ? ഇല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ യഥാർത്ഥ വശം എന്നും നിങ്ങൾക്ക് പറയാമല്ലോ. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഉണ്ട്, പിന്നീട് അൽബയാനിൽ അത് തിരുത്തിയിട്ടുണ്ട് എന്നാണോ? ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ. അതല്ല, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണോ? എങ്കിൽ അങ്ങനെയും പറയാം. എന്ത് പറയാനാ? സുബ്ഹാന ജല്ല ജലാലു. മൗലവിമാരോട് പറട്ടെ, നിങ്ങള് ഇരുട്ടോട്ട് ഓട്ടെടുക്കാതെ പോണ്ട. അതിലെന്താ ഉള്ളത്? അതൊന്ന് വായിച്ച പ്രശ്നം തീരുമല്ലോ. അതിലുണ്ടോ സക്കാത്ത് പിരിച്ചെടുക്കാം എന്നതിലുണ്ടോ? കമ്മിറ്റി ഉണ്ടാക്കി സക്കാത്ത് പിരിക്കണം അല്ലേ പിരിച്ചെടുക്കാം എന്ന് അതിൽ ഉണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ അത് പറ. അതുണ്ടെങ്കിലല്ലേ നമ്മളെ വിഷയമുള്ളൂ. അതിലുണ്ടോ? അതെന്താ സംഭവം കേട്ടോളി. സക്കാത്ത് അഥവാ നിർബന്ധദാനം, PA അബ്ദുള്ള മൗലവി മട്ടന്നൂർ. ഇതെന്താണ്? സക്കാത്ത് കൊടുക്കണം, അത് നിർബന്ധമായും കൊടുക്കണം. അതിനു വേണ്ട സഹായം എല്ലാവരും കൂടി ചെയ്യണം. സഹായം എന്ന് വെച്ചാൽ പൈസ സഹായിക്കല്ല, വേണ്ട സംവിധാനം. ഇതാണ് ഈ ലേഖനത്തിന്റെ ആകത്തുക. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു സൽക്കർമ്മവും അതിന്റെ മൂന്നാമത്തെ ഫർളുമായ സക്കാത്തിനെ സംബന്ധിച്ച് വിവരിക്കുകയാണ് ഈ ലേഖനോദ്ദേശം. ഇപ്പൊ ലേഖനം എന്തിനാ? ലേഖനം ഫർളായ സക്കാത്തിനെ കുറിച്ച് പറയാനാണ് ലേഖനം, അല്ലാതെ കമ്മിറ്റി ഉണ്ടാക്കി പിരിക്കണമെന്ന് പറയാനല്ല ഈ ലേഖനം എരി തന്നെ. ഇനി അതിലുള്ള എന്താണെന്നും കൂടി വായിച്ചാല. സ്ഥാനമാനങ്ങൾക്കും, ഇതിലുള്ള വേറൊരു ഭാഗമാണ്, സ്ഥാനമാനങ്ങൾക്കും അനാവശ്യ സംഗതികൾക്കും പണച്ചാക്കി കെട്ടഴിച്ച് ചൊരിയുന്ന നമ്മുടെ ധനികന്മാരും മുതലാളിമാരും അള്ളാഹു കൽപ്പിക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന പക്ഷം ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളെ